അപ്പോൾ അങ്ങനെ നമ്മളെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ഊട്ടിയിലാണ് എത്തിയിരിക്കുന്നത്. അത് ഊട്ടി നമുക്ക് നിർബന്ധം, ഏതെങ്കിലും ട്രിപ്പ് പോകുന്നുണ്ട് ഫസ്റ്റ് ഊട്ടിയായിരിക്കും. അപ്പോൾ ഊട്ടിയിലെത്തിയിട്ട് റൂം എടുത്ത് കിടന്നുറങ്ങിയാണ്. അതായത് ഇടയ്ക്ക് എന്താ പറയുക, റൂം എടുത്ത് നല്ലോണം കിടന്നുറങ്ങി. ഇപ്പോൾ എണീറ്റ് പുറത്തിറങ്ങിക്കളൂ. ഇനി എല്ലാം കാണാണ്ട് ഇവിടെ ഏകദേശം ഒന്ന് നോക്കണം. ഓക്കെ, അപ്പോൾ ഇതാ വണ്ടിയെല്ലാം വെച്ച് നല്ല മഴയുണ്ട്. മഴയുണ്ട്, നല്ല തണുപ്പാട്ടോ ഊട്ടിയിൽ. ഈ ഒരു നമ്മൾ പെരുന്നാൾ കഴിഞ്ഞിട്ട് ഇതിപ്പോൾ മൂന്നാമത്തെ ദിവസം തോന്നുന്നു. മൂന്നാമത്തെ ദിവസം നമ്മൾ എന്താ പറയുക, ഒരു ചോക്ലേറ്റ് ഫാക്ടറിൻ്റെ മുന്നിലാണെന്നുള്ളത്. ഇതിൻ്റെ തൊട്ട് വേഗത്തിൽ തന്നെ ഒന്ന് റൂം വരുന്നത്. അത്യാവശ്യം നീറ്റായിട്ടുള്ള റൂമാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പോൾ എവിടെയാണ് പോകാമെന്നൊന്നും ഒരു പിടുത്തമില്ല. എല്ലാം മാറ്റി ഒരുങ്ങി പുറത്തേക്ക് ഇറങ്ങിയിട്ടുണ്ട്. അവിടെയൊക്കെ ഉണ്ട്. ഇനിയിപ്പോൾ പോകാൻ ഇറങ്ങണം. അസീമെല്ലാം ഫുൾ ഓണാന്ന് പറഞ്ഞു. എന്നാൽ നേരെ അങ്ങോട്ട് തെറിക്കുക, ബാക്കി കാര്യം നോക്കാം. അപ്പോൾ നമ്മളിതാ ഒരു ചോക്ലേറ്റ് ഫാക്ടറിയിലാണ്. ഇത് നമ്മുടെ ഷഹൽ കസിനാണ്. ഓക്കെ, ചോക്ലേറ്റ് ഫ്രീ ആയിട്ട് തരും. ഇഷ്ടം പോലെ ചോക്ലേറ്റ് നേരത്തെ വെച്ചിരിക്കുക. ഏതെല്ലാം കളറാണ്? പച്ച, റോസ്, മഞ്ഞ, ഓറഞ്ച്, ഇല്ലാത്ത കളറില്ലാന്ന് തോന്നുന്നില്ലേ? അതിലില്ലാത്ത കളറില്ല. ഷഹൽ ട്രൈ ചെയ്യാണ്. ഒരു കോട്ടി പോലത്തെ സാധനം ഞാനും ട്രൈ ചെയ്ത് നോക്കട്ടെ. ഇഷ്ടം പോലെ വെറൈറ്റി ചോക്ലേറ്റ് കേട്ടോ. നട്ട്സ് ഉള്ളുണ്ട്, നട്ട്സ് ഇല്ലാത്തുണ്ട്. വേണ്ട, ഇത് അണ്ടിപ്പരിപ്പ് മിക്സ്, ഇത് ബദാം മിക്സ്. ഇതെല്ലാം കാണാൻ നല്ല രസമുണ്ട് കേട്ടോ. അത് പണ്ടത്തെ മുട്ടായി. അപ്പോൾ ഈ ഒരു ഷോപ്പ് ഈ ഒരു വലിപ്പരുത്. എന്നാ ഇനി എന്താ വാങ്ങണ്ടോ? ഇവളിതാ വാങ്ങിക്കൂട്ടുന്നു. അങ്ങനെ ഒരു രണ്ട് നല്ല അടിപൊളി സാധനം വാങ്ങിയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ഉണ്ട്. എനിക്ക് ഈ ബ്ലാക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. വൈറ്റ് കഴിച്ചിട്ടില്ല, വൈറ്റ് കഴിച്ചു നോക്കണം. അജിമീന ഇവിടെ ഇത് ഇവനെ കട്ട് ബഡർ ചിരിയട്ടോ കള്ളക്കട്ട വേച്ചതിനെ പോലെ. ഇനിയിപ്പോൾ മെക്കാനിക്ക് പഠിക്കണ ഒരു ദിവസം എടുക്കും. അപ്പോൾ എന്താ പറയുക, ഫുഡെല്ലാം കഴിച്ച് ഇനി റൂമിലേക്ക് പോവാണ്. ഇന്നത്തത് അത്രേ ഉള്ളൂ. നമ്മൾ വന്നിട്ട് നല്ല ടയർഡായി. രാത്രി ഫുള്ള് നൈറ്റ് ഡ്രൈവെല്ലാം ഓടിച്ച് വന്നുകൊണ്ട് അപ്പോൾ എവിടെയും പോയിക്കില്ല. നമ്മൾ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നേരെ ഇപ്പോൾ റൂമിലേക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഗൈസ് ലുക്കെല്ലാം കൊള്ളാം. അപ്പോൾ ഇന്നത്തെ അത്യാവശ്യം കുറച്ച് കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ഞാൻ മൈക്ക് കുത്തിയിട്ടില്ല കേട്ടോ. ഇതാണ് എൻ്റെ കോസ്റ്റ്യൂം. ഓക്കെ, കയറി 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 പോലോ. ഓക്കെ, എന്തൊക്കെയാണ് നിൽക്കണം. അപ്പോൾ നമ്മൾ നിന്ന ഇവിടെ ആട്ടോ റൂം വരുന്നത്. ഇതിൻ്റെ ബാക്കിൽ വരുന്നുണ്ട്. നല്ല റൂം, അത്യാവശ്യം നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള റൂം. ഇനി നേരെ പോവാ. എന്താ അവസ്ഥ പോലെ? വണ്ടി മൊത്തം ചളി കേട്ടോ. എന്താ നമ്മൾ ഊട്ടിപ്പട്ടണം എന്ന് പറഞ്ഞ ട്രെയിനിലാണുള്ളത്. ഓ, ഇതിൻ്റെ സൗണ്ട് സീനാണ്. ഓക്കെ, ഇതിലായിരിക്കും കയറണ്ടേ? ശാല നിനക്ക് ടിക്കറ്റ് എടുക്കാണ്ട് കയറാ. ഇത് നമ്മളെ ഇന്ത്യൻ റെയിൽവേ അല്ല അങ്ങനെയല്ല. ചെക്ക് ചെയ്യാൻ TTR ഇല്ലാണ്ടിക്കൊന്നുമില്ല. എല്ലാത്തിലും ഇതേപോലെ ഇവര് ചെക്ക് ചെയ്യണണ്ട. ഓക്കെ, സിനിമ പോന്നാ ഇവിടുന്ന് അടിപൊളി ഫോട്ടോ ഒക്കെ എടുത്തു. നമ്മൾ അടുത്ത ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ബോട്ട് ഹൗസിലാണ്. അസീം, എനിക്കെന്താ പറയാനുള്ളത്? എന്താ പറയാനുള്ളത്? ബോട്ടിൽ ചവിട്ടാൻ പോകുന്ന ഇനി പറടാ. ബോട്ടിൽ ചവിട്ടാൻ പോവാ. എവിടെ വെച്ചാലും നല്ല ക്ലൈമറ്റ് കേട്ടോ. ഫ്രെയിം ഒരു പൂവെല്ലാം വരുന്നുണ്ട്, നല്ല രസമുണ്ട്. ഇനി ഏതായാലും അങ്ങോട്ട് പോവാം. ബാ ബോട്ട് കയറാമല്ലോ. കമാൺ. ഇന്നലെ കൂട്ടിട്ടോ, ഞാൻ കൂട്ടാറില്ലേ പിന്നെ. ലൂട്ടി സാണ്. അത്യാവശ്യം തിരക്കൊക്കെ ഉണ്ട് കേട്ടോ. ഫുഡ് കോർട്ടിൽ പിന്നെ എല്ലായിടത്തും ഉള്ള പോലെ നല്ല തിരക്കുണ്ട്. ഇൻഷാ അല്ലാഹ്
അടിപൊളി ഫോട്ടോസൊക്കെ എടുത്തിട്ടുണ്ട്. ഇനി നേരെ ഇവിടുന്ന് നമ്മൾ മറ്റേ ഒരു വാട്ടർഫാൾസ് ഉണ്ട്, അതുകൂടി നോക്കുക. ഇതിൽ കയറാൻ പറ്റുമോ എന്ന് നോക്കട്ടെ. മഴയും ഉണ്ട് ഇപ്പോൾ. ഇതിൽ കാറിൽ കയറ്റിക്കിട്ട് കരയാണ് നോക്കാതെ അല്ലാതെ കാറിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കരയുന്നതാണ്. അല്ലാതെ കോമഡിയുണ്ട്. തിരക്കി എനിക്ക് കുറച്ച് ക്ഷമ കൊള്ളിക്കുന്നുണ്ട്. കാറിൽ കയറണമെന്ന് പറഞ്ഞിട്ട് കാറിൽ കുത്തി മൊത്തം കരിഞ്ഞൊരു കൂട്ടി. എന്നിട്ടിപ്പോൾ ഇത് വേണമെന്ന് പറഞ്ഞ് പോകുന്നത്. സോറി ഇത് അത് വേണമെന്ന് പറഞ്ഞിട്ട് അത് വാങ്ങിയില്ല. ഐസ്ക്രീം ലാസ്റ്റ് തിന്നുന്നു. ഇവൻ എന്താ ചെയ്യുക? ആ വെള്ളത്തിൽ കൊണ്ടുപോയി ഇട്ടാലോ അല്ലേ? വെള്ളത്തിലിട്ടഞ്ഞാൽ ഉരുളക്കിഴങ്ങിൻ്റെ അത് വേണമെന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ ഐസ്ക്രീമാണ് തിന്നുന്നത്. എന്താന്ന് ഒരു ഫാമിലി ഫോട്ടോ എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളെടുത്തിട്ടുണ്ട്. നമ്മളത് ഇതാ സാധനം സെറ്റാണ്, ഞാൻ കാണിച്ചു തരാം. അതിൽ വെളുത്തിട്ട് പാറുണ്ട്. ഓക്കെ റൈഡിങ്ങിന് പോകണമെന്ന് പറഞ്ഞത് കൈ കേട്ടത് 500 125 ഹാഫ് റൗണ്ടിന്. അപ്പോൾ ഇവിടെ അത്യാവശ്യം ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. നമ്മൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങി കിട്ടിട്ട് ഇനി നേരെ നല്ല മഴ പെയ്തുകൊണ്ടിരിക്കുന്നത്, അതുകൊണ്ട് മഴ വേണ്ട. നേരെ അടുത്ത സ്പോട്ട് ഏതാണെന്നറിയില്ല, നോക്കുക. ഏതായാലും വണ്ടി കയറട്ടെ. മറ്റേ ഒരു വാട്ടർഫാൾ ഉണ്ട്, എന്തായാലും അതിൻ്റെ പേര് ഓർമ്മയില്ല. എന്തായാലും അവിടെ പോയിട്ടുണ്ടെങ്കിൽ അതും ഉൾപ്പെടുത്താം. ഓക്കെ, 2 വണ്ടിയിലാണ് വന്നത്. ഇത് ശാലം എടുത്ത്, മറ്റേത് ഞാനും എടുത്ത്. അപ്പം ഇനി പൈൻ ഫോറസ്റ്റ്. ഓക്കെ, നേരെ അങ്ങോട്ടേക്ക് പോവാം. അപ്പോൾ പൈൻ ഫോറസ്റ്റിലേക്ക് നടന്നു കൊടുക്കാം. നല്ല കഥപ്പടക്കുന്ന് നടന്നു. കിതപ്പ് എന്താ പറയുക, കിതക്കുണ്ട്. അതെന്ന് വെച്ചാൽ നമുക്കൊന്ന് തണുപ്പ് കൂടിയിട്ടാണ്. ഇന്നലെ ഒന്നും പുതക്കാണ്ടല്ലേ കിടന്നേ. അപ്പോൾ ഈ തണുപ്പ് കൂടിയിട്ട് എന്തോ രക്തം എന്തോ ആയിക്കുണ്ട്, അതാ സംഭവം. അപ്പം പൈൻ ഫോറസ്റ്റ് ഇതാ നേരെ അങ്ങോട്ട് പോവാ. നല്ല ക്ലൈമറ്റ് അല്ലേ? ഇതുപോലെ നമ്മളെ നാട്ടിലെല്ലാം ക്ലൈമറ്റാണ്. എന്ത് രസമായിരിക്കും അല്ലേ? എന്താ ഇനി എൻ്റെ അഭിപ്രായം എന്നാ? ആ പ്രത്യേകിച്ച് നമ്മളെ നാട്ടിലെ ഗേൾസുകൾ, അവർ ചിലപ്പോൾ പിന്നെ ലിഫ്റ്റിക്ക് ഇട്ട് ഇറങ്ങാറുണ്ടാവും, കുളിക്കാൻ പഠിക്കും. ഓക്കെ, നേരെ അങ്ങോട്ട് കയറിയിട്ട് കുറച്ച് ഫോട്ടോസ് എല്ലാം എടുത്ത് ഇറങ്ങട്ടെ. അപ്പോൾ നമ്മളിപ്പോൾ വന്ന് 2 പേര് അവിടെ കുത്തിരി, അവർക്ക് ഇത് ഇറങ്ങാൻ കഴിയില്ല, കയറാൻ കഴിയില്ല എന്നെല്ലാം പറഞ്ഞിട്ട്. ഇപ്പോൾ നേരെ അങ്ങോട്ട് പോവാം. നല്ല രസമില്ലേ ഇത് സംഭവം? ഏയ് പറഞ്ഞു 3 ടിക്കറ്റ്. 9 അല്ലേ, 2 ആള് പുറത്തുണ്ട്. ബാക്കി എത്ര ആള്? 6 ആള് കയറിക്കിട്. പക്ഷെ ഇവരെ പോലത്തെ പോലെ ശ്രദ്ധിക്കുക. ഓക്കെ, ഇവിടെ എത്തി നോക്കുമ്പോ എക്സ്ട്രാ തണുപ്പ് കൂടിക്കണ്ട. കുറച്ച് ചേർന്നു. ഇവിടെ വരുന്നുണ്ടെങ്കിൽ ഫുഡ് കഴിക്കണം. ഞാൻ ഫുഡൊന്നും കഴിക്കാത്തതുകൊണ്ട് നല്ല കെതിട്ടുണ്ട്. നേരത്തെ പറഞ്ഞ തന്നെ കെതിപ്പ് ലേശം കൂടി. ഇത് കയറി ഇറങ്ങുന്നപ്പോഴത്തേക്ക് എങ്ങോട്ടാ ഒന്ന്? കൊങ്ങനല്ല, വെള്ളം കാണാനല്ലോ ഒന്ന്. വെള്ളം കാണാനല്ലേ ഒന്ന്? വെള്ളച്ചാട്ടത്തിൽ. ഇതാരത് ഇതെന്താ ഇങ്ങനെ ഇട്ടേക്ക് വേ? ഇതങ്ങനല്ലേ? അങ്ങനെ ചില ഫാമിലി അതാ വരുന്നത്. അതാ കൂട്ടുകാർ ഓരോ കണ്ടറിഞ്ഞ് തന്നെ പറയുന്നുണ്ടോ? അതൊക്കെ ആരാണ്? അവിടെ കണ്ടോ എല്ലാവരും നിരന്ന് ഇരുന്ന് കിട്ടും. ഇപ്പോൾ ഉള്ളത് ഭയങ്കര ഒരു വാട്ടർഫാളിൻ്റെ ഒരു ഏരിയയിലാണ്. എന്താ പറയുക, നല്ലോണം നടക്കുന്നുണ്ട്. ഫുഡ് കഴിച്ചിട്ട് നടന്നുകൊടുക്കുക. ഒരു 300 മീറ്റർ നടന്നിട്ടാണ് ആ ഒരു വാട്ടർഫാൾ വരുന്നത്. അപ്പോൾ നടക്കുന്നുണ്ട്. അതൊക്കെ അതൊക്കെ അതാ അവിടുന്ന് ഗായകി. പിന്നെ എന്തെല്ലാം ഒന്ന് തിരിഞ്ഞു നോക്കിയിട്ട് പറഞ്ഞാണി. ഹലോ, ഓളെ കാണിക്കണം എന്നുള്ളത് പറഞ്ഞത്. ഇപ്പൊ മോത വെട്ടിക്കള്ളി. അജയ് നടക്ക്. നടക്ക്. അങ്ങനെ അധികം ആരും കാണാത്ത ഒരു സ്ഥലത്താണ്. അവിടെ നേരത്തെ പോയിട്ട് അവിടെ ഒന്ന് അടിക്കി. സംഭവം വെള്ളമില്ല.
വെള്ളമില്ലാത്തതുകൊണ്ട് വെള്ളമില്ലാത്തതുകൊണ്ട് അവിടെ നിന്ന് മെല്ലെ തെറിച്ച്. ഇപ്പം നമ്മളെ അടിപൊളി സ്പോട്ടിലാണ് ഉള്ളത്. അധികാരം കാണാത്ത ഒരു നല്ല കിടിലൻ സ്പോട്ട്. അതെന്ന് വെച്ചാൽ നമ്മളെ ബ്രിട്ടീഷുകാരെ ഒരു ഇതാണ്, എന്താ പറയുക, ഒരു കോട്ടേജ്. അപ്പോൾ അത് കാണാനാകുമ്പോൾ നമുക്ക് അപ്പോൾ അതിൻ്റെ കാഴ്ചകൾ ഇപ്പോൾ കാണിച്ചു തരാം. അവർ റീൽ എന്തായാലും എടുക്കണം ഇൻഷാല്ലാ. ഓക്കെ, നൈസായിരിക്കും. ചില എനിക്കെന്താ പറയാനുള്ളത്, മഴയുണ്ട്. മഴ ഉള്ളതുകൊണ്ട് ഒരു മഴയുണ്ട്, വെയിലും ഉണ്ട്. ഈ ഒരു ഓക്കെ, ഇതാണ് സംഭവം വരുന്നത്. ഇതാ ഈ ഒരു പാലത്തിൻ്റെ അപ്പുറം ഇങ്ങനെ അത് നോക്കിയാൽ എന്ത് വ്യൂ ആണെന്ന് നോക്കിയാൽ ഞാൻ ഇപ്പോൾ കാണിച്ചു തരാം. ഇതാ ഇടയ്ക്കിടയ്ക്ക് ആടെ ഒരു വെള്ളത്തുള്ളിൻ്റെ ഇപ്പോൾ പൊക്കിത്തോ. ആ വീഡിയോയിൽ നിങ്ങൾക്ക് എത്രത്തോളം ഇതിൻ്റെ ഭംഗി തിരിയുന്നുണ്ടെന്ന് എനിക്കറിയില്ല. അപ്പോൾ നൈസ് സ്പോട്ടാണ്. ഇതാ ഈ ഒരു പാലം, അതിൻ്റെ ചുറ്റു തേയില, ഒരു എന്താ പറയുക, ഒരു കോട്ടേജ് അതിൻ്റെ നടുക്ക്. നല്ല രസമാണ് സംഭവം. അപ്പോൾ 2 ഫോട്ടോ ഒക്കെ എടുക്കാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ നോക്കി നോക്കാം എന്തായാലും. ശാലിന് എന്താ പറയുള്ളേ? നല്ല തണുപ്പ്, മഴ, വെയിൽ എല്ലാം മിക്സഡാണ്. ചവിട്ടിപ്പോണ്ട കേട്ടോ, ചവിട്ടിപ്പോയാലും നമ്മളെ വണ്ടിയിലൊക്കെ നാറുന്നു പറഞ്ഞേ. ഓക്കെ, അപ്പോൾ പാലത്തിന്റെ മുകളിൽ കയറുന്നുണ്ട്. ഇവിടെ പാലം മുളകുണ്ട് കേട്ടോ, സ്ലിപ്പാവാൻ ചാൻസ് ഉണ്ട്. ഞാൻ ചെരുപ്പായിട്ട് കേട്ടെ അതിലേ പോകണ്ട. പക്ഷെ നമുക്ക് ഇതിൻ്റെ ഉള്ള ഒരു വീഡിയോ എടുക്കണം എന്തായാലും. ഇൻഷാല്ലാ എന്ന് എൻ്റെ വയൽ വരുന്നുണ്ട്. അതെന്തെങ്ങനെ സ്ലിപ്പാന്നൊരു പേടിയുണ്ട്, മുളകല്ലേ ഊരി വീണിട്ടുണ്ടെങ്കിൽ. ഇതാ ഊരുണ്ട്, ഇതാ പോരായിട്ട് റബ്ബർ ചെരുപ്പാണ്. ഇതെല്ലാം ഇങ്ങനെ മേലെ ഇട്ടിക്കുള്ളൂ, ഇതിൻ്റെ ആണിയൊക്കെ പോയി കേട്ടോ. ചാലും അപ്പോൾ ഇവിടുന്ന് ഒരു റീൽ എടുത്താക്കിയാലോ നമുക്ക്. ഓക്കെ, ഈ മുള തീരെ അത്ര ഇതില്ല കേട്ടോ, സേഫ്റ്റി ഇല്ല. ഇതിൻ്റെ ഉൾക്കടെ നടക്കാൻ പാടുണ്ടോ എന്ന് തന്നെ അറിയില്ല. എന്തായാലും നൈസ് സ്ഥലം, എന്തായാലും ഞാൻ കാണിച്ചു തരാം ബാക്കി കാര്യങ്ങൾ. ഇതാണ് ആ ഒരു ബംഗ്ലാവ് എന്ന് പറയുന്നത്. ബംഗ്ലാവ് എന്ന് പറയുക, അല്ലെങ്കിൽ കോട്ടേജ് എന്ന് പറയുക, എന്തുമാണെങ്കിൽ പറയുക. ചുറ്റു തേയില തൊട്ടോ. അതിൻ്റെ നടക്ക് ഇങ്ങനെ ഒരു സാധനം. ഇത് പ്രൈവറ്റാണ്. അപ്പോൾ ഇവിടെ കയറുമ്പോൾ എന്തായാലും അന്നത്തെ നിരക്ക് എന്ന് പറയുന്നത്, കുറച്ച് മുന്നേയുള്ള നിരക്ക് എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് 50 രൂപയാണ്. ഇപ്പോൾ ഒരാൾക്ക് 100 രൂപയാണ് പറയുന്നത് കേട്ടോ. പക്ഷേ നമ്മൾ 50 രൂപ വെച്ചിട്ട് തന്നെ കയറിയേ. അപ്പോൾ 100 രൂപ ആണ് ഇപ്പോഴത്തെ നിരക്ക് കേട്ടോ. നൈസ് സ്ഥലം എന്തായാലും. ബാക്കിയുള്ളവർ വണ്ടിയിൽ ഇരിക്കുന്നുണ്ട്. ഇവിടെ മഴ പെയ്യുന്നുണ്ടോ ഇല്ല, ഇറങ്ങിയില്ല. ഓക്കെ, ശാല് ഫോട്ടോ എടുത്ത് കൊടുക്കുന്നുണ്ട് അവർക്ക്.